ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചത് മത്തിയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു ഫിഷ് കറി ഉണ്ടാക്കാം, അടിപൊളിയായിട്ടുള്ളത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഏകദേശം ഒരു ലെമൺ സൈസിൽ പുളി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു 10 മിനിറ്റ്സ് സോക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല രീതിക്ക് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് പിഴിഞ്ഞ് പുളിവെള്ളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ചട്ടിയിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, പിന്നെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇത് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. വെളുത്തുള്ളി കരിഞ്ഞു പോകാതെ നോക്കുക. ഇതിന് ശേഷം നമുക്ക് ഒരു 10-12ഓളം ചെറിയ ഉള്ളി ഇതിട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് ഉടയുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല രീതിക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിന് വേണ്ട 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചേർത്തേക്കുന്ന കാശ്മീരി ചില്ലിയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ. ഇത് നല്ല രീതിക്ക് പച്ചമണം പോകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ച പുളിവെള്ളമാണ്. ഇത് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം, ഇപ്പോൾ ഇച്ചിരി ഞാൻ ഗ്രേവിയോടെ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നല്ല രീതിയിൽ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 5-7 മിനിറ്റോളം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഫിഷ് നല്ല രീതിക്ക് കുക്കായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എണ്ണയും നല്ല തെളിഞ്ഞിട്ട് ഒരു ഗ്രേവി തിക്കായിട്ട് കാണാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മീൻ ഇട്ടതിന് ശേഷം സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാണ്ടിരിക്കുക. മീൻ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രേവി ഈ രീതിക്ക് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. കാരണം ഇതിരിക്കുന്നതോറും കുറച്ചും കൂടി കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും എല്ലാവരും ഈ ഒരു ഫിഷ് കറി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.